നമസ്കാരം. ഈ ഡോക്ടേഴ്സ് മയക്കുമരുന്ന് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. നമുക്കെന്തെങ്കിലും ഒരു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കൂടെ ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ എന്തുകൊണ്ട് ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അതായത് അതിന് പ്രധാന ഒരു കാരണം ഇപ്പോൾ തന്നെ ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു ലേഡി ഇടിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ദൃക്സാക്ഷിയായിട്ടൊരു ഡോക്ടറും കൂടി ഇരിപ്പുണ്ട്. പിന്നെ അത് ഓടിച്ചത് ഈ ഡോക്ടറെ ബോയ് ഫ്രണ്ടെന്നോ ഏതെന്തൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. എന്നാലും അവരെ ഇടിച്ചിട്ട് വരാതെ നമ്മുടെ ആരുടെ ഒരു ധർമ്മമാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്തായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോയാലും നമ്മളവിടെ നിർത്തി ആ ജീവൻ രക്ഷിക്കണം. അത് അഥവാ ഇപ്പോൾ ആളുകൾ കൂട്ടി തന്നെ അവരെ തൊഴിൽ കൈയോടെ പറഞ്ഞാൽ മതി, ഇതെൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളും കൂടെ സഹകരിക്കണം, നമുക്ക് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇയാൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ഇട്ടു, ശരി പോട്ടു, അത് നിർത്താതെയും പോയി, അതും പോട്ട്. ആളുകൾ കണ്ടതുകൊണ്ട് അവരെങ്കിലും എടുത്ത് രക്ഷപ്പെടുത്തും. എന്നിട്ട് ആളുകൾ നോക്കി നിൽക്കുക തന്നെ, വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു സിവിയർ ഫോം ഓഫ് മെൻ്റൽ ഡിസീസാണ് ഈ മറ്റാളുകളുടെ ദുഃഖം കണ്ട് രസിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാധാരണയുള്ള ആൾക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കണം. അത് മൃഗങ്ങളായാലും പക്ഷികളായിക്കഴിഞ്ഞാലും പ്രകൃതി ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മുടെ ഒരു ധർമ്മമാണ്. പക്ഷെ അത് ചെയ്യാതെ ഈ ക്രൂരമായിട്ടുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു പ്രേരണയായിട്ടൊരു ഡോക്ടറും കൂടെ ഇരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത വളരെ വളരെ ചുരുക്കം ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് പല പേഷ്യൻസിനെ അതിനടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. അവസാനം വന്നിരിക്കുന്നവർ ഞങ്ങളൊരു സാമ്പിളിന് വേണ്ടി കഴിച്ചിട്ടുണ്ട്. ആ സാമ്പിളിന് വേണ്ടി കഴിച്ച് പിന്നെ അവസാനം ഈ സാമ്പിൾ അവരുടെ ഒരു തൊഴിലായിട്ട് മാറും. ഇപ്പോൾ ചില ആൾ തന്നെ മദ്യം ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി കഴിച്ചു ആദ്യം തുടങ്ങും. ആദ്യം മദ്യം കഴിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ മദ്യം മനുഷ്യനെ കഴിക്കും. അപ്പോൾ പിന്നെ അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ വരും. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന സിവിയർ ഫോം ഓഫ് മെൻ്റൽ ഡിസീസ് തന്നെയാണ്. നമുക്ക് ആഹാരം വേണം, വെള്ളം വേണം, വായു വേണം. ഇതെല്ലാം നമുക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് തന്നെ ദോഷമാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരാളിനെ പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നത് തന്നെ നമുക്കാണ് അതിൻ്റെ മോശം. വി ആർ ബ്ലാക്ക് ആറ്റം, വി ആർ പ്രൊഡ്യൂസിങ് അവേഴ്സെൽഫ്. നമ്മൾ തന്നെ ഒരു ബ്ലാക്ക് ആറ്റം, ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സാഡിസ്റ്റ് മൈൻഡ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ സിവിയർ ഫോം ഓഫ് മെൻ്റൽ ഡിസീസാണ്. അപ്പോൾ വണ്ടി ഓടിച്ച ആളും ഒരു സാഡിസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഡോക്ടർമാർ ഒരു മോഡലായിരിക്കേണ്ടതാണ് സൊസൈറ്റിക്ക്. ഒരു ഡോക്ടർ ചുമതലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേവ് ദ ലൈഫ് എന്നുള്ളതാണ്. അറ്റ് എനി മീൻസ് എന്ത് കാര്യം കൊണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ ജീവൻ കളഞ്ഞാലും ഒരു രോഗിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ധർമ്മം. പക്ഷേ മെഡിക്കൽ എത്തിക്സ് ഇതെല്ലാം പഠിപ്പിക്കുന്നതും ഇതെല്ലാം ശരിയാണെങ്കിൽ തന്നെയും പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴത്തേക്ക് മറ്റ് സൊസൈറ്റി ചെയ്യുന്ന ആളുകളെ തന്നെ പിന്തുടരാൻ ശ്രമിക്കുന്നു. അതൊരു മെഡിക്കൽ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വിവരമുള്ള ഒരാളിനെ പറ്റിയ ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇത്രയും പറയുന്നതിൻ്റെ കാരണം, നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുമതലയാണ് അവരെ സേവ് ചെയ്യുക എന്നുള്ളത്. സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അടുത്തൊരു സഹായത്തിനോ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് പകരം വീണ്ടും ഒരാളിനെ ക്രൂരമായിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ ഒക്കത്തില്ല. അത് മൃഗമായിക്കഴിഞ്ഞാലും പക്ഷിയായിക്കഴിഞ്ഞാലും മനുഷ്യനും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ മനുഷ്യനെ പറ്റി പറയുന്നതിന് മനുഷ്യനും ഒരു മൃഗമാണ്. പക്ഷെ മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം, നമ്മളെ സൊസൈറ്റിയിൽ ആരായിക്കഴിഞ്ഞാലും നമ്മളൊരു മോഡലായിരിക്കണം. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായം ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്യണം. അതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കണം. ഇത് തന്നെ ആയിരിക്കണം സാറന്മാർ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. പക്ഷേ അതും വിഭിന്നമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ സാറന്മാർ മദ്യപിക്കുന്ന സാറന്മാരുണ്ട്. പക്ഷെ അവരും ഒരു മോഡലാവേണ്ട ഒരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രധാന ധർമ്മമാണ്.
അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദോഷവശങ്ങളില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതികൾ ചെയ്തും അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ടും സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത്, ആൻജിയോഗ്രാം പോലും ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്കൻ ഡെവലപ്പ് കൺട്രീസ് മാത്രമാണ് ഇപ്പോഴും പുരോഗമിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ അത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഇതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്.